ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ്. ചിക്കൻ കൊണ്ടിങ്ങനെ പല എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കുന്ന ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത് സക്സസ്ഫുൾ ആയ ഒരു റെസിപ്പിയാണിത്, ചിക്കൻ കുത്തിപ്പൊരി. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊരു 2.5 കിലോ ചിക്കനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ബോൺലെസ് പീസസ് ആണ്. ബോൺലെസ് പീസസാണ് കുറച്ചുകൂടെ ഈ റെസിപ്പിക്ക് നല്ലത്. എല്ലോട് കൂടിയ പീസസ് എല്ലാം ഞാൻ എടുത്ത് മാറ്റി വേറൊരു കറിയാക്കി വെക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ എടുത്ത് മാറ്റിയത്. ഇനി നമുക്ക് ഈ പീസസ് എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2.5 ടീസ്പൂൺ മുളക് പൊടി. ഈ റെസിപ്പി അങ്ങനെ ഒരുപാട് ഓവർ സ്പൈസി ഒന്നുമല്ല, അതുകൊണ്ട് എരി ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ചാട്ട് മസാല. ചാട്ട് മസാലയുടെ ഫ്ലേവറൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ റെസിപ്പിക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഇടണേ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു കഷ്ണം നാരങ്ങയുടെ നീരും കൂടി ഒഴിക്കണം. വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ 1/2 കഷ്ണത്തിൻ്റെ നീര് മാത്രം മതി. എൻ്റെ നാരങ്ങയ്ക്കകത്ത് നല്ല നീരില്ലാത്തത് കൊണ്ടാണ് ഞാൻ 1-2 പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. എനിക്ക് ഈ റെസിപ്പിയിൽ ഈ ചിക്കനകത്തൊക്കെ ഇങ്ങനെ ലേശം പുളിയൊക്കെ ഉള്ളത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒഴിച്ച് അത് പേഴ്സണലി നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഒരുപാട് പുളിയൊന്നും ആയി പോകത്തില്ല. ഇനി നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നല്ല ഞെവിടി തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും നമ്മുടെ ഈ മാരിനേഷൻ എത്തണം കേട്ടോ. എന്നിട്ട് ഒരു 30 മിനിറ്റ്സൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലും നല്ല സെറ്റായിരിക്കും. ഒരു ദിവസം മുഴുവൻ വെച്ചാലും നല്ലതാണ്. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 30 മിനിറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല പ്രിപ്പയർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഈ കൊച്ചുള്ളി കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല, ഈ റെസിപ്പിക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ. ഞാൻ 1 കപ്പെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ഒരു 250 ml ഒരു കപ്പുണ്ട്, അതിനകത്താണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. ഒരു 2 കൈപ്പിടി എടുത്താലും നല്ലത് തന്നെ. ഇത് നമുക്ക് കല്ലേൽ വെച്ച് ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അരയ്ക്കണ്ട, അരിഞ്ഞിടണ്ട, ഇടിച്ചങ്ങ് പേസ്റ്റ് പോലെ ആക്കണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ബാക്കിയെല്ലാം ഞാനൊന്ന് ചതച്ചെടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഇനി എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കണം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച പച്ചമുളക്, ഇച്ചിരി എരി കുറവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 4-5 എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന മുളകിന് എരിക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അതും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. 1 കൈപ്പിടി വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചതച്ചെടുക്കാം. എനിക്ക് പൊതുവേ വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് ഇഞ്ചിയേക്കാൾ ഏറെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ റെസിപ്പിയിൽ ഇഞ്ചി സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് വറുത്തെടുക്കണം. ഒന്നുകിൽ ഇതുപോലെ എണ്ണയിലിട്ട് വറുത്ത് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രയറൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ഫ്രൈ ചെയ്തും എടുക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു എയർ ഫ്രയർ ഗ്ലെൻ എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ്. പക്ഷേ അത് വല്ലാത്തൊരു കെമിക്കലിൻ്റെ സ്മെല്ല് വരുമായിരുന്നു. ആദ്യത്തെ യൂസിലൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ 2ാമത്തെ 3ാമത്തെയൊക്കെ യൂസിൽ അതിനെന്തോ ഒരു കെമിക്കലിൻ്റെ ഒരു സ്മെല്ല് വരുന്നതുകൊണ്ട് പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നല്ലൊരു ഹെൽത്തി ഓപ്ഷനും കൂടാണ് അത് കേട്ടോ. അപ്പോൾ അങ്ങനെ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതുവഴി ചെയ്യുക. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വയ്ക്കാവേ. അപ്പോൾ ഈ ചിക്കൻ പീസസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ഫ്രൈ ആക്കുകയും ചെയ്യരുത്, ഷാലോ ഫ്രൈയും അല്ല, ഒരു മീഡിയം പരുവത്തിൽ നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ 2 സെക്ഷനായിട്ടാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. എല്ലാം കൂടെ നമ്മൾ ഇട്ടാലും കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരത്തില്ല. അപ്പോൾ ബാക്കി സെക്ഷനും കൂടെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് ബാക്കി കാണിക്കാം. ഞാൻ ആ ചിക്കൻ പീസസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം ഈ ചിക്കൻ്റെ പീസസ് എല്ലാം നമുക്ക് ഇതുപോലെ പിച്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ പിച്ചി ഇടണം കേട്ടോ. അപ്പോൾ എല്ലുള്ള പീസസ് ആണെങ്കിൽ എല്ല് മാറ്റിയിട്ട് ബാക്കിയാക്കുക. അല്ലാതെ ബോൺലെസ് പീസസ് ആണെങ്കിൽ ഈ പറയുന്നതുപോലെ ചെറുതാക്കി പിച്ചി ഇടുക. ഈ പിച്ചി ഇടുമ്പോൾ നൂല് പോലെ അങ്ങ് ചെറുതാക്കരുത്, ചെറിയ പീസസ് ആയിട്ട് വേണം ഇത് മാറ്റിയിടാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഓരോന്ന് മാറ്റിയിട്ടതിന് ശേഷം കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് നൂല് പോലെ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ റെസിപ്പി പിന്നെ ഒന്നിനും കൊള്ളാതാവും. അപ്പോൾ അതാകട്ടില്ല, ഇതുപോലെ കൊച്ചു കഷ്ണങ്ങൾ ആയിട്ട് ഇങ്ങനെ മാറ്റി ഇടുക.
ഇനി ഒരു ഉരുളിയോ അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ളൊരു പാത്രമോ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പെരിഞ്ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പെരിഞ്ജീരകമൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുന്നത് പോലെ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഇത് ഇടുന്നത് കേട്ടോ. ഇനി ഇത് വെറുതെ ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വരണ്ട് നല്ലൊരു ബ്രൗൺ കളറൊക്കെ വരുമ്പോഴത്തേക്ക് 2 മീഡിയം സൈസിലെ സവാള അരിഞ്ഞതും 2 തക്കാളിയും അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് ബാക്കി വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇട്ട ഈ സവാളയും തക്കാളിയും പിന്നെ ഇതിനകത്ത് വരുന്ന ഇനി ഇടാൻ പോകുന്ന പൊടികളും ഒക്കെയാണ് ഈ ചിക്കൻ കുത്തിപ്പൊരിയുടെ അരപ്പെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് വഴന്ന് കുഴഞ്ഞു പോകുന്നൊരു രീതിയിലേക്ക് നമുക്ക് ഈ റെസിപ്പിക്ക് വഴറ്റണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. അടുത്ത് ചേർക്കുന്നത് ഡ്രൈഡ് പാഴ്സ്ലി ആണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതൊരു ടീസ്പൂണും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറ്റണം. 1 മിനിറ്റ് മാത്രം ഇളക്കിയാൽ മതി, കാരണം നമ്മുടെ ഉള്ളി ഒരുപാട് വഴഞ്ഞു പോകണ്ട. തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് പിച്ചി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് കുറച്ച് ഏറെ മല്ലിയില ഇട്ട് കൊടുക്കുക. എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനത് ചേർത്തേ. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ട് തുവർന്ന് കിട്ടും. നല്ല ഉലർത്ത് പോലെ മാറി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇങ്ങനെ ഉലർന്ന് മാറി സെപ്പറേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ഉള്ളി വഴറ്റരുത്. ഉള്ളി കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഫൈനലി കിട്ടത്തില്ല കേട്ടോ. ഇനി ആ ചിക്കൻ പീസസിലെല്ലാം ഒന്ന് ചൂട് കയറാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാമേ. തുറക്കുമ്പോൾ തന്നെ ഒരു അസാധ്യം മണം കേട്ടോ ഇതിന്. ഈ റെസിപ്പി എനിക്ക് എൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണ്. ഇതിനകത്ത് നമുക്ക് തക്കാളിക്ക് പകരം സോസ് ചേർക്കാം. സോസ് ഇഷ്ടമുള്ളവർക്ക്. സോസ് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ലെന്നേ ഉള്ളൂ. സോസും കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല നമ്മൾ പുറത്തുനിന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ എന്തോ കഴിച്ചതുപോലെ നമുക്കൊരു ഫീൽ വരും കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഈ സാധനം, അതായത് ചിക്കൻ കുത്തിപ്പൊരി നന്നായിട്ട് ചേരുന്നത് നല്ല ചൂട് ദോശ, ചൂടപ്പം, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കേട്ടോ. ചിക്കൻ വെച്ച് ഒരേ ഐറ്റംസ് തന്നെ മാറി ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ വെറൈറ്റി ഐറ്റംസൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അഭിപ്രായം എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.